ലോകത്തിലെ നിക്ഷേപകർക്കൊക്കെ മാതൃകയായ വാരൻ ബഫറ്റ് അദ്ദേഹത്തിൻ്റെ പല പ്രിൻസിപ്പിൾസും ഇന്നും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് പ്രിൻസിപ്പിളായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ എല്ലാ വീക്കെൻഡിലും മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് അതേപോലെ തന്നെ ETF കുറിച്ചും സംസാരിക്കുന്ന R4Iയുടെ ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മാർക്കറ്റ് ക്രാഷ് വരുമ്പോൾ ശാന്തമായിരിക്കാനും മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളിൽ വഴുതി വീഴാതെ മ്യൂച്വൽ ഫണ്ട് വഴി ക്ഷമയോടെ വെൽത്ത് ബിൽഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അത്തരത്തിലുള്ള 7 പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് പൊതുവെ കുറച്ച് മാസങ്ങളിൽ ഏതെങ്കിലും ഫണ്ട് നല്ല റിട്ടേൺ നൽകുമ്പോൾ ഉടൻ തന്നെ തൻ്റെ കയ്യിലുള്ള ഫണ്ടുകളൊക്കെ റിഡീം ചെയ്ത് ആ പുതിയ ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരു പ്രവണത കാണാം. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റ് നോയ്സ് അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ ആ ഒരു സ്വപ്നത്തിലേക്ക് അവർക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല. അപ്പോൾ ഇവിടെയാണ് കാലത്തെ അതിജീവിക്കുന്ന ചില വാരൻ ബഫറ്റിന്റെ കോട്ടുകളും അതിന്റെ പ്രസക്തിയും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാരൻ ബഫയുടെ ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് ലോ കോസ്റ്റ് ഇൻഡെക്സ് ഫണ്ട്സ്. ഇപ്പോൾ വാരൻ ബഫറ്റിന് തന്റെ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് സ്ഥിരമായിട്ട് ലെറ്റർ അയക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ 2016 ഇത്തരത്തിൽ ഇദ്ദേഹം അയച്ച ഒരു ലെറ്ററിൽ അദ്ദേഹം സൂചിപ്പിച്ചത് എക്സ്പെൻസ് റേഷ്യോയും ഫീസും ഈടാക്കുന്ന ഫണ്ട് മാനേജേഴ്സ് ആണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, മറിച്ച് ഇൻവെസ്റ്റേഴ്സ് അല്ല എന്നാണ്. അതുകൊണ്ടാണ് വാരൻ ബഫ എപ്പോഴും ലോ കോസ്റ്റ് ഇൻഡെക്സ് ഫണ്ടുകളുടെ ഒരു വക്താവായി മാറിയത്. അപ്പോൾ ചെറിയ തുക നിക്ഷേപിച്ച് മാർക്കറ്റ് ടൈം ചെയ്യാൻ കഴിയാത്തവർക്കും മാർക്കറ്റിനെ കുറിച്ച് റിസർച്ച് നടത്താൻ സമയമില്ലാത്തവർക്കും അവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ളത് ഇൻഡെക്സ് ഫണ്ടാണെന്നാണ് ബുഫറ്റിൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ലോ കോസ്റ്റ് നിഫ്റ്റി 50 അതുപോലെ സെൻസെക്സ് ഇൻഡെക്സ് ഫണ്ടുകൾ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ലാർജ് ക്യാപ് ഫണ്ടുകളിൽ പല ആക്റ്റീവ് ഫണ്ട് മാനേജേഴ്സിനും ആ ബെഞ്ച് മാർക്കിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇൻഡെക്സ് ഫണ്ടുകൾ വളരെ സെൻസിബിൾ ആയ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഒരു ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിലെ ഫണ്ട് മാനേജർ എങ്ങനെ പെർഫോം ചെയ്യും എന്നതിനെക്കുറിച്ച് വേവലാതിപ്പെടാതെ ആ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലോ എക്സ്പെൻസ് റേഷ്യോ നൽകി മാർക്കറ്റ് ലെവലിലുള്ള ഒരു റിട്ടേൺ ലഭിക്കാൻ ഇത്തരം ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെൽത്ത് ക്രിയേഷന് സഹായിക്കുമെന്നാണ് വാരൻ ബഫയുടെ ആ ഒരു ഉപദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വാരൻ ബഫറ്റിന്റെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള കോട്ടാണ് ഈ ടൈം ഹൊറൈസനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുമ്പോൾ 10 വർഷം സ്റ്റോക്ക് മാർക്കറ്റ് അടച്ചുപൂട്ടിയാൽ പോലും നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന, നിങ്ങളെ യാതൊരുവിധ ആശങ്കപ്പെടുത്താതെ സമാധാനമായി ഇരിക്കാൻ പ്രേരിപ്പിക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും വാങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു മറുപടിയാണിത്. അപ്പോൾ എന്താണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു കോട്ടാണ് ഈ വാക്കുകൾ നൽകുന്ന സൂചന. കാരണം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ട്രേഡോ അല്ലെങ്കിൽ സിങ്ക് ട്രേഡോ പോലെയുള്ള ഒരു കാര്യമല്ല. അത് ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. ഉദാഹരണത്തിന് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് സ്വപ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷനെ പറ്റിയുള്ള ഫണ്ട് ബിൽഡപ്പ് ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ടാവും, അതുപോലെ മൊത്തത്തിൽ ഒരു വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള വെൽത്തൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ലോങ് ടേം വ്യൂ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ബുഫറ്റ് പറയാൻ ഉദ്ദേശിച്ചത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇടയ്ക്കിടെ സ്വിച്ച് ചെയ്യരുതെന്നാണ്. അതേപോലെ മാർക്കറ്റിനെ ഒരിക്കലും ടൈം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തിനോട് ഒരു സ്പീച്ചിൽ ചോദിച്ചത് ഏതാണ് ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ അതിൽ സ്റ്റിക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ക്ഷമയും ഡിസിപ്ലിനും ലോങ് ടേം വ്യൂവും അടങ്ങുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വാരൻ ബഫറ്റ് ഓർമ്മിപ്പിക്കുന്നത് മാർക്കറ്റിൽ വിജയം നേടാൻ മാർക്കറ്റ് എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഒരു അനലിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്ററോ ആവേണ്ടതില്ല. നിങ്ങൾക്ക് ഒരു CFA ഡിഗ്രിയോ അതുപോലെ കുറേ കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് വായിച്ചു നോക്കേണ്ടതോ അല്ലെങ്കിൽ എല്ലാ ദിവസവും മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും കോംപ്ലക്സ് ആക്കാതെ അത് സിമ്പിൾ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താൽ മാത്രം മതി ഒരു ഓർഡിനറി ഇൻവെസ്റ്റർക്ക് പോലും എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്ഷമയുണ്ടെങ്കിൽ മാർക്കറ്റ് വലിയ രീതിയിൽ ഡൗൺ ടേണിലേക്ക് പോകുമ്പോൾ യാതൊരു പ്രശ്നവുമില്ലാതെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാൻ കഴിയും. അതുപോലെ നിങ്ങൾ റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത്തരത്തിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളാണ് SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ.
അപ്പോൾ അതിൽ നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി ഫോളോ ചെയ്യും. അതുപോലെ നമ്മൾ എപ്പോഴും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ മാത്രം വെച്ച് പുലർത്തുക. എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺ കിട്ടുമെന്ന് കരുതിക്കൊണ്ട് പറക്കുന്ന അത്തരം സ്റ്റോക്കുകളുടെ പിന്നാലെ അല്ലെങ്കിൽ അത്തരം മ്യൂച്വൽ ഫണ്ടുകളുടെ പിന്നാലെ പോകാതെ മാർക്കറ്റിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ഏറ്റവും മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള റിട്ടേൺ മാത്രം പ്രതീക്ഷിക്കുക. അങ്ങനെ ആകുമ്പോൾ മാർക്കറ്റ് വലിയൊരു ക്രാഷിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും പാനിക് ആവുകയില്ല. അതേപോലെ മാർക്കറ്റ് വൻതോതിൽ മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഗ്രീഡി ആവുകയും ചെയ്യുകയില്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വാരൻ ബഫറ്റ് ഓർമ്മിപ്പിക്കുന്നത് 24 മണിക്കൂറും മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്ന ഒരു വാച്ച് ഡോഗായിട്ട് നിങ്ങൾ മാറേണ്ടതില്ല എന്നുള്ളതാണ്. ബഫറ്റിന്റെ പല ഇന്റർവ്യൂകളിലും സ്പീച്ചിലും അദ്ദേഹം പറയാറുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ 24 മണിക്കൂർ നിരീക്ഷിക്കുന്ന ഒരു ഇൻവെസ്റ്റർ എപ്പോഴും വളരെയധികം ഇമോഷണൽ ആയിരിക്കും. അപ്പം ഭയം അദ്ദേഹത്തെ പിടികൂടി കഴിഞ്ഞാൽ തൻ്റെ കയ്യിലുള്ള യൂണിറ്റുകൾ വിൽക്കാനുള്ള ശ്രമമായിരിക്കും അദ്ദേഹം നടത്തുക. അതേപോലെ മാർക്കറ്റ് വലിയ തോതിൽ ബൂമാകുന്നു എന്ന് കാണുമ്പോൾ വളരെ ആർത്തിയോടുകൂടി വാല്യുവേഷൻ ഒന്നും നോക്കാതെ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അപകടത്തിലാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ അഥവാ NAV എല്ലാ ദിവസവും നോക്കുന്ന ആ ഒരു പരിപാടി ഒഴിവാക്കുക എന്നാണ് വാരൻ ബഫറ്റ് ഉപദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു മിനിമം 5 മുതൽ 7 വർഷം വരെ വളരാൻ അനുവദിക്കുക. അതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഫോൾ ഉണ്ടാകുമ്പോൾ അതൊരു അവസരമായിക്കൊണ്ട് കൂടുതൽ ലംസം ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുമുള്ള ശ്രമമാണ് ഒരു ഇൻവെസ്റ്റർ നടത്തേണ്ടത്. അപ്പോൾ വാരൻ ബഫറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്, ക്ഷമയില്ലാത്തവരുടെ കയ്യിൽ നിന്നും ക്ഷമയുള്ളവരുടെ കയ്യിലേക്ക് പണം ഒഴുകുന്ന ഒരു ഡിവൈസാണ് മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഒരു സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഫണ്ടിൽ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത്. വാരൻ ബഫറ്റിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, ബി ഫിയർഫുൾ വെൻ പീപ്പിൾ ആർ ഗ്രീഡി ആൻഡ് ബി ഗ്രീഡി വെൻ പീപ്പിൾ ആർ ഫിയർഫുൾ. എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ആർത്തിയുള്ളവരാവുക, അതുപോലെ എല്ലാവരും ആർത്തി പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുക. അപ്പോൾ ഇത് മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അപ്ലിക്കബിൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം മാർക്കറ്റ് ചെറിയ തോതിൽ ക്രാഷ് ആകുമ്പോൾ തന്നെ പല മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സും അവരുടെ സിപ്പ് നിർത്തിവെക്കുന്നത് കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ സിപ്പ് ചെയ്യേണ്ട അത്തരത്തിലുള്ള ഡൗൺ ട്രെൻഡിലാണ്. ആ സമയത്ത് കൂടുതൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും സ്മാർട്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അത് അവസരമായിട്ടാണ് കാണുക. കാരണം നമ്മുടെ ടൈം ഹൊറൈസൺ എന്ന് പറയുന്നത് ഫോർ എവർ ആണ്, അല്ലെങ്കിൽ അതൊരു മിനിമം ഒരു 5 മുതൽ 7 വർഷം വരെയൊക്കെയുള്ള ഒരു ടൈം ഹൊറൈസൺ ആണ്. ഇന്നത്തോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റ് അടച്ചു പൂട്ടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാരൻ ബഫറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോട്ടാണ്, നമ്മുടെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പല മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്താണ്, അതിൻ്റെ ടൈം ഹൊറൈസൺ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും മുൻകൂട്ടി തീരുമാനിക്കാതെ ആരെങ്കിലും ഉപദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പോയിട്ട് ആ ഫണ്ടിൽ സിപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനെ കുറിച്ച് അതിൻ്റെ ഉദ്ദേശം എന്താണ്, അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്ടറുകൾ ഏതൊക്കെയാണ്, അതിൽ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അത് സ്മോൾ ക്യാപ്പിലാണോ മിഡ് ക്യാപ്പിലാണോ ലാർജ് ക്യാപ്പിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിലുള്ള റിസ്ക് പാരാമീറ്റർ എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതറിയാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തികച്ചും തെറ്റായൊരു കാര്യമാണ്. ഉദാഹരണത്തിന് 3 വർഷത്തേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫണ്ടാണ് നിങ്ങൾ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ ഒരിക്കലും അതൊരു സ്മോൾ ക്യാപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കരുത്. അപ്പോൾ അതൊക്കെ ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റിലോ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിലോ മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനെ കുറിച്ചുള്ള ഒരു മിനിമം നോളജ് എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. വാരൻ ബഫറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്, മാർക്കറ്റിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് ഒരിക്കലും പ്രഡിക്ഷൻ അല്ല, അല്ലെങ്കിൽ ആ പ്രഡിക്ഷനിലൂടെ നമുക്ക് ഫ്യൂച്ചറിനെ പറ്റി ഒരു ധാരണയും കിട്ടില്ല. നമുക്ക് ആകെ ഒരു ധാരണ കിട്ടുക ആ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളെക്കുറിച്ചാണ് എന്നുള്ളതാണ്. ഇതിൽ നിന്നും വളരെ ക്ലിയർ ആണ്, ഈക്വിറ്റി മാർക്കറ്റിനെ കുറിച്ച് ഒരാൾക്കും ഈ ലോകത്ത് അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല, അത് മുൻകൂട്ടി പ്രവചിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അവിടെ ഒരു ലോങ് ടേം ഡയറക്ഷൻ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വ്യൂ പറയാൻ പറ്റും എന്നല്ലാതെ പ്രഡിക്ഷൻ എന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരിക്കലും അപ്ലിക്കബിൾ അല്ലാത്തൊരു കാര്യമാണ്.
അപ്പോൾ 2025 ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടിപ്സ് തരുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ ഈ ഒരു വർഷം നല്ല റിട്ടേൺ നൽകിയ ഒരു ഫണ്ട് അടുത്ത വർഷം അതേ റിട്ടേൺ നൽകും എന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. അതുപോലെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നല്ല റിട്ടേൺ നൽകിയ ഫണ്ട് ഈ കമ്മിങ് ഇയേഴ്സിൽ അതേ റിട്ടേൺ നൽകുമെന്നും യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ഈ ഒരു അൺസർട്ടനിറ്റി എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ മാർക്കറ്റിനെ ടൈം ചെയ്യാതെ മാർക്കറ്റിൽ ശാന്തമായി കുറേ കാലം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് മൊത്തത്തിൽ വാരൻ ബഫറ്റിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ ഗോൾ നേടുന്നതിൽ ഇൻവെസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് ആണ് വാരൻ ബഫറ്റിന്റെ ജീവിതം സൂചിപ്പിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.